ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ ആണ് ഈ എല്ലാ വൃത്തികേടുകൾക്കും കാരണക്കാരൻ. എല്ലാ വൃത്തികേടുകളും ചെയ്ത അദ്ദേഹമാണ്. തോൽപ്പിക്കാനായിട്ട് നിങ്ങളെ സഹായിച്ചു ബിജെപി എന്ന് പറയാം. ചെയർമാൻ സ്ഥാനത്തിന്റെ കാര്യത്തിൽ വൈസ് ചെയർമാൻ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചു വന്ന ഒരാള് ബിജെപിയുടെ പിന്തുണ സ്വീകരിച്ച് വൈസ് ചെയർമാനായി ഇപ്പോഴിവിടെ ഇരിപ്പുണ്ട്. അതിന് നിങ്ങൾക്ക് ഇതിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ഒരു ഉച്ചയോട് കൂടി തന്നെ അവരുടെ നിലപാട് പറയുന്നുണ്ട്. ഈ പറ്റത്തൂരിൽ സംഭവിച്ചത് ശരിയായില്ല. DCC അടക്കം ഉച്ചയ്ക്ക് നിലപാട് പ്രഖ്യാപിക്കുകയാണ്. 2:30 എന്നിട്ട് നിങ്ങൾ അതേ പാനലിൽ സ്വാഭാവികമായി ബിജെപിയുടെ വോട്ട് ലഭിക്കുമെന്ന് കരുതി നിങ്ങൾ അവിടെ സ്ഥാനാർത്ഥി മത്സരിപ്പിക്കുകയാണ്. എങ്ങനെ ബിജെപി കിട്ടുമെന്ന് കരുതിയെന്ന് നിങ്ങൾ എങ്ങനെ ഡിസൈഡിൽ പറയുന്നത്? ഏത് രാജിവെച്ചില്ല? ഞങ്ങൾ പ്രസിഡന്റായത് സ്വതന്ത്ര ജനത്തിൽ മത്സരിച്ചു. ഞാൻ പറഞ്ഞു മത്സരിക്കുന്നതിന് മുൻപ് ഞങ്ങൾ എങ്ങനെ നിശ്ചയിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്. മത്സരിച്ചതിന് ശേഷം ഞങ്ങളോട് പാർട്ടി നേതൃത്വം ഒരാളോടും എന്തെങ്കിലും നടപടി ഇതിൽ രാജിവെക്കണമെന്നോ മറ്റെന്തെങ്കിലും ചെയ്യണമെന്നോ ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങളത് കഴിഞ്ഞ് നേരെ ഉടനെ പോകുന്നത് DCC ഓഫീസിലേക്കാണ്. ഈ പഞ്ചായത്ത് പ്രസിഡന്റും ഈ വൈസ് പ്രസിഡന്റും മറ്റെല്ലാ മെമ്പർമാരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നേരെ DCC ഓഫീസിൽ ചെന്നു സത്യാവസ്ഥ ബോധിപ്പിക്കാൻ. എന്ത് നടപടി DCC പറഞ്ഞാലും ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞില്ല. ഞങ്ങളോട് DCC പ്രസിഡന്റ് പറഞ്ഞത് നിങ്ങൾ KPCC നേതൃത്വവുമായി ബന്ധപ്പെടണം എന്ന് പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു ഔസേപ്പിനെതിരെ നടപടി എടുത്തിട്ടില്ലെങ്കിൽ 26/12 DCC പ്രസിഡന്റ് ജോസഫ് ടാജിന്റെ പുറത്തിറക്കിയ സർക്കുലറാണ്. അത് പ്രകാരം KR ഔസേപ്പ്, ടെസി ജോസ് കല്ലറക്കൽ, അതല്ലേ പേര്, ടെസി ജോസ് കല്ലറക്കൽ എന്നിവർക്കെതിരെ പാർട്ടി സ്വീകരിച്ച അച്ചടക്ക നടപടി പിൻവലിച്ചതായി ഇതിനാൽ അറിയിക്കുന്നു. അതായത് 26/12 ഇത് കൊടുത്തിട്ടുള്ളത് TM ചന്ദ്രൻ, DCC ജനറൽ സെക്രട്ടറി, രഞ്ജിത്ത് കൈപ്പള്ളി, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുതുക്കാട്, ഷാഫി കല്ലുപറമ്പിൽ, മണ്ഡലം പ്രസിഡന്റ് മറ്റത്തും. അപ്പൊ ഒരു നടപടിയും DCC എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞ സർക്കുലർ വരും. അതിന്റെ കാര്യം പറയാം. അതായത് ഇത് 26-ാം തീയതിയാണല്ലോ. 26-ാം തീയതി അതായത് 27-ാം തീയതിയാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. ഈ തലേ ദിവസം CPM-ന്റെ പണം വാങ്ങി കഴിഞ്ഞതിന് ശേഷം KR ഔസേപ്പ് ഞങ്ങളുടെ അടുത്തൊരു ഡിമാൻഡ് വെക്കാണ്. എന്നെ ഇങ്ങനെ പുറത്താക്കിയെന്ന് പറഞ്ഞ് ബ്ലോക്ക് പ്രസിഡന്റ് നോട്ടീസ് അടിച്ചിറക്കി വീട്ടിലടിച്ചിരുന്നു. അതുകൊണ്ട് എന്റെ നടപടി പിൻവലിച്ചു എന്ന് പറഞ്ഞ് DCC പ്രസിഡന്റ് തന്നെ പറയണം എന്ന് പറഞ്ഞു ആവശ്യപ്പെട്ടു. അല്ല